ഹലോ സിനി ഫയൽസ്, വെൽക്കം ബാക്ക് ടു ടച്ച് മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇന്നലെ തളപതി വിജയുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ പ്രമാണിച്ച് ഗ്ലിംസ് ഇറങ്ങി. ഗ്ലിംസ് റെക്കോർഡാണ്, തൊട്ടതെല്ലാം റെക്കോർഡാണ്. നമുക്കറിയാം പുള്ളിയുടെ ഒരു ഗ്ലിംസോ ടീസറോ ട്രെയിലറോ എന്തെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ ആ കാറ്റഗറിയിൽ 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കോളിവുഡ് കിട്ടിയ സംഭവം അത് തന്നെ ആയിരിക്കും. ജനനായകൻ ഗ്ലിംസും ആ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കണ്ടിട്ട്? ഇഷ്ടപ്പെട്ടോ? പാർട്ടി പടം, ഓട്ടുതണ്ടാൻ പോട, രക്ഷകൻ, ക്ലീഷേ, ടിപ്പിക്കൽ പാണ്ടിപ്പടം അല്ലേ? അങ്ങനെയുള്ള കുറേ കമൻസ് കണ്ടായിരുന്നു. ആ കമൻസ് കണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് അതിലേക്ക് വരാം. കാര്യം ഇങ്ങനെ കമൻസ് ഇടുന്നത് ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് കേരളത്തിൽ നിന്ന് കൂടുതൽ കമൻസ് വരുന്നത് സൂര്യ ഫാൻസ് തന്നെയാണ്. തമിഴ്നാട്ടിലാണെങ്കിൽ സൂര്യ ഫാൻസ്, അജിത്ത് ഫാൻസ്, എല്ലാ നടന്മാരുടെ ഫാൻസും രജനി ഫാൻസ് എല്ലാവരും കൂടി കുത്തിയിരുന്ന് പുള്ളുടെ എന്ത് സംഭവം വന്നാലും ഡീഗ്രേഡ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ പാർട്ടിയിലേക്ക് പോയതുകൊണ്ട് മറ്റ് പാർട്ടിക്കാരും കൂടി ഡീഗ്രേഡിങ് അതിശക്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കേരളത്തിലെ കാര്യത്തിലേക്ക് വരാം. കാര്യം നമ്മൾ മലയാളികളാണല്ലോ, നമുക്ക് ഇവിടുത്തെ കാര്യം ഡിസ്കസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ സൂര്യ ഫാൻസിനോട് എടേ ഇങ്ങേര് വോട്ട് കണ്ടാൽ പോയാൽ നിങ്ങൾക്ക് എന്താ? ഇങ്ങേര് ടിപ്പിക്കൽ ക്ലീഷേ പടം ചെയ്താൽ നിങ്ങൾക്ക് എന്താ? ഇങ്ങേര് രക്ഷകൻ ചെയ്താൽ നിങ്ങൾക്ക് എന്താ? നിങ്ങൾ കഴിഞ്ഞ പടത്തിൽ രക്ഷിക്കാൻ പോയല്ലോ ഒരു ഗ്രാമത്തിനെ, അതിനു മുമ്പ് നിങ്ങൾ രക്ഷിക്കാൻ പോയല്ലോ ഒരു കൊച്ചിനെ. എന്ത് കാണിച്ചു? എന്തുണ്ടാക്കി? നിങ്ങൾക്ക് നന്നായിട്ടറിയാമല്ലോ നിങ്ങൾ രക്ഷിക്കാൻ പോയിട്ട് എന്താണ് ഉണ്ടാക്കിയേക്കണേന്ന്. ഇനിയിപ്പോൾ അടുത്ത പടം വരുന്നുണ്ട്, പുതിയ പടം, ലേറ്റസ്റ്റ്. കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ലുക്ക് അല്ല അനൗൺസ്മെൻറ്റ് ഇറങ്ങിയായിരുന്നു. ടൈറ്റിൽ കണ്ടായിരുന്നു. ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ട് അതൊന്ന് സോഷ്യൽ മീഡിയയിൽ വൈബാക്കാൻ, ട്രെൻഡാക്കാൻ, ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എത്ര നാളായി ഈ അവസ്ഥയിൽ പോകാൻ തുടങ്ങിയിട്ട്? ഒന്ന് ചിന്തിച്ച് നോക്കി. ഞാൻ സൂര്യ എന്ന് പറഞ്ഞ ആക്ടറിനെ കുറ്റം പറയില്ല, പക്ഷേ പുതിയ പടത്തിൻ്റെ പേര് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കറുപ്പ്. എൻ്റെ പൊന്നെ, തമിഴ്നാട്ടിൽ നിന്ന് കത്തും അമ്മാതിരി പേര്. ഇതിനേക്കാൾ ബെസ്റ്റ് പേര് തമിഴ്നാട്ടിൽ വേറൊരു സിനിമയ്ക്ക് ഇടാനില്ല, സമ്മതിക്കണം. പിന്നെ ആ ലുക്ക് അത് കണ്ടിട്ട് ഒരുപാട് ഫാൻസും ഹേറ്റേഴ്സും ഒരേ സ്വരത്തിൽ ചോദിച്ച സംഭവം എന്താണെന്നറിയാമോ? ഇത് ET2 അല്ലേ എന്ന്. എതിർക്കും തുനിന്തവൻ 2 എങ്ങനെ ചോദിക്കായിരിക്കും? ഇത് നോക്കൂ, ഒറ്റ തള്ളക്കൊണ്ടായെന്ന് തോന്നുന്നില്ലേ കണ്ടിട്ട്? എങ്ങനെ ചോദിക്കായിരിക്കും? ഇനി അണ്ണനെ ശരിക്കും സത്യം പറയാതെ നിങ്ങളുടെ സൂര്യ അണ്ണനെ ഒരുപാട് പേര് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഒരിടക്ക് മോഹൻലാൽ ഇവിടെ വന്ന് പറയുമായിരുന്നു എഡിറ്റിംഗ് പഠിച്ചിട്ട് സിനിമ കാണാം, കാണാത്തതിൻ്റെ കുഴപ്പമാണ് ഈ പടം പരാജയപ്പെട്ടു പോയത്, അങ്ങനെയൊക്കെ. അതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്നു മോഹൻലാലിനെ പലരും പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഏട്ടാ നിങ്ങളുടെ പടം അടിപൊളിയാണ്, നിങ്ങളുടെ പടം പൊട്ടിപ്പോയതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് എറ്റി അറിയാൻ പാടില്ല, അതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകതരം ലോബിയുടെ കൂടെ മാത്രമാണ് പുള്ളി പടം ചെയ്തിട്ടിരുന്നത്. സൂര്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സൂര്യയുടെ പുറകിൽ ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ജ്യോതിക ഒക്കെ ആയിരിക്കും എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാര്യം അവരുടെ വർത്താനങ്ങളൊക്കെ കേട്ടിട്ട്. കാര്യം റൂറൽ പടം ചെയ്ത വിട്ടുപോയ മാർക്കറ്റ് തിരിച്ചു പിടിക്കാൻ ആരോ പുള്ളിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല നടക്കുവാന്ന്. പിന്നെ ഫാൻസ് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഭയങ്കരമായിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ടാണ് ഇനി ബ്രാൻഡ് ആർട്ടിസ്റ്റിൻ്റെ കൂടെ വന്നാൽ തകർക്കുമെന്ന്. നിങ്ങളുടെ അണ്ണം വന്നതെല്ലാം ബ്രാൻഡ് ആർട്ടിസ്റ്റിൻ്റെ കൂടെയാണ്. സിംഗത്തിന് ശേഷം വർഷങ്ങളായിട്ട് തിയേറ്ററിക്കലി ഒരു ഹിറ്റില്ല. ആ ഹിറ്റില്ലാത്ത അവസ്ഥ വന്നത് ആ പടങ്ങളെല്ലാം ബ്രാൻഡ് ആർട്ടിസ്റ്റിൻ്റെ ആയതുകൊണ്ടാണ്. നമുക്ക് അറിയാൻ പാടില്ല. കാര്യം സിംഗം കഴിഞ്ഞിറങ്ങി എനിക്ക് തോന്നുന്നത് 5 ലിംഗുസ്വാമി പടം, മാസ് വെങ്കട് പ്രഭുവിൻ്റെ പടം, സെൽവരാഘവൻ്റെ NGK, നമ്മുടെ കാപ്പൻ KV ആനന്ദിൻ്റെ പടം, വിക്രം കുമാറിൻ്റെ 24. അത് കുറച്ചൊക്കെ ഓടി എങ്കിലും സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നുമല്ല. പിന്നെ സിംഗം ഇറങ്ങിയിരുന്നു ഹരി എനിക്ക് തോന്നുന്നു സൂര്യനൊക്കെ വലിയ ബ്രാൻഡായിരുന്നു തോന്നുന്നു ആ സമയത്ത്. പിന്നെ പിന്നെ ആരുണ്ട്? പിന്നെ കോവിഡിന് ശേഷമാണെങ്കിൽ ഇപ്പോൾ റെട്രോ കാർത്തിക് സുബ്രാജ് ബ്രാൻഡല്ലേ. കങ്കുവ, ശിവ പണ്ണൽ കങ്കുവ. ശിവേനെ ഞാൻ കുറ്റം പറയത്തില്ല. കാര്യം എന്താണെന്നറിയാവാ, ശിവയ്ക്ക് കങ്കുവ ഇറങ്ങുന്നതിന് മുമ്പേ ആ ടൈമിൽ നോക്കുകയാണെങ്കിൽ സൂര്യനേക്കാൾ സക്സസ് റേഷ്യോ ഉണ്ട്. എന്നിട്ട് എന്തിനാ ശിവയുടെ തലയെ കൊണ്ടുവന്ന് എല്ലാ ക്രെഡിറ്റും കൂടി വെച്ച് കൊടുക്കണം? പടം നന്നായ ക്രെഡിറ്റ് മൊത്തം നായകന് അല്ലെങ്കിൽ മൊത്തം ഡയറക്ടറിന്. അത് ഒരു ഇരട്ടത്താപ്പല്ലേ. ഇപ്പോൾ വിജയുടെ പടമാണ് പൊട്ടണമെങ്കിൽ ഡയറക്ടറിന് നിങ്ങൾ ക്രെഡിറ്റ് കൊടുക്കും? ഇല്ല, കംപ്ലീറ്റ് ക്രെഡിറ്റ് വിജയ്ക്കല്ലേ കൊണ്ട് കൊടുക്കാറുള്ളൂ. പിന്നെ ജനനായകത്തിലേക്ക് വരാം. ഇതിനകത്ത് നമുക്ക് ഗ്ലിംസിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ക്ലീഷേ പടം ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഇതൊരു ടിപ്പിക്കൽ വിജയ് ഷോയാണ്. അത് മാത്രമല്ല ഇതൊരു സേഫ് സോൺ പടമാണ്. അപ്പോൾ സേഫ് സോൺ പടം ചെയ്ത് കുറേ പേര് വിമർശിക്കുന്നുണ്ട്. എന്തിന് ഇത് ചെയ്യുന്നു? ലാസ്റ്റ് പടമല്ലേ, നല്ല ഒരു വെറൈറ്റി സംഭവം തന്നിട്ട് പൊക്കൂടെ? ഈ വെറൈറ്റി ഒന്നും കണ്ടല്ല വിജയനെ ആരും ആരാധിച്ചത്. നിങ്ങളത് മനസ്സിലാക്കണം. നമ്മൾ വിജയ് ഫാൻസിന് അത് കൃത്യമായിട്ട് അറിയാം. പുള്ളീനെ എന്തുകൊണ്ട് ആളുകൾ ആരാധിച്ചു അതൊക്കെ ആ സ്ക്രീനിൽ കാണാൻ പറ്റും. ജനനായകൻ റിലീസാകാൻ നേരത്ത് അതിലൊരു സംശയവും വേണ്ട. അത് കാണാൻ തന്നെ ഒരുപാട് പേര് ടിക്കറ്റ് എടുക്കും. ഹൈപ്പില്ല എന്ന് പറഞ്ഞ് മാരക നിങ്ങൾ തള്ളുന്നുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, ഇതൊരു വിജയ് പടമാണ്. ഇതിൻ്റെ ഹൈപ്പ് എന്ന് പറയുന്നത് ഇതൊരു വിജയ് പടം ആണ് എന്നുള്ളതാണ്. അത് പടത്തിൻ്റെ റിലീസിനോട് ഇങ്ങനെ അടുക്കാൻ നേരത്ത് മക്കൾക്ക് മനസ്സിലാവും ഹൈപ്പ് എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ ആമ്പിള്ളേർ എങ്ങനെയാണ് ഹൈപ്പ് ഉണ്ടാക്കണമെന്നുള്ളത് അതും നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഞാൻ വെയിറ്റിംഗ് ആണ് ഈ സിനിമ കാണാൻ. അത് നമ്മൾ കണ്ടു വളർന്ന വിജയനത്തെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അത് നല്ലൊരു ബ്ലാസ്റ്റ് മോഡിൽ പ്രസൻറ്റ് ചെയ്താൽ മാത്രം മതി. ഒരു പോസിറ്റീവ് റെസ്പോൺസ്, അത് വിജയുടെ ഒരു ടിപ്പിക്കൽ മാസ് മസാല പടത്തിന് പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഹേറ്റേഴ്സ് ശരിക്കും കാണാൻ പോകുന്നൊരു പടമായിരിക്കും മിക്കവാറും ജനനായകൻ എന്ന് പറയുന്ന സിനിമ. കാര്യം അദ്ദേഹത്തിന് മെർസൽ പോലെയോ ബിഗിൽ പോലെയോ ഒരു സിനിമ ആയാലും മതി ഈ പടം. ആ ഒരു റെസ്പോൺസ് കിട്ടിയാലും മതി, പോസിറ്റീവ് റെസ്പോൺസ് മതി.
തീർന്ന്. ഗോട്ട് കണ്ടായിരുന്നല്ല, അവരതും പടം ഇറക്കി മിക്സഡ് റെസ്പോൺസ് കിട്ടിയിട്ട് 450 കോടിയാണ് അടിച്ചത്. 450 കോടി. അപ്പോൾ ലാസ്റ്റ് പടം എന്ന് പറയപ്പെടുന്ന ഈ പടം ഇറങ്ങി ഒരു പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ, അതിപ്പം റൂറൽ പടമോ അല്ലെങ്കിൽ അത് ഹൈടെക് പടമോ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, ടിപ്പിക്കൽ മാസ് മസാല പടമോ എന്തും ആയിക്കോട്ടെ, ഇറങ്ങി പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ നന്നായിട്ടറിയാം. അതുകൊണ്ടല്ലേ ഈ കിടന്ന് ഈ ട്രോളുന്ന സമയം കറുപ്പിന് കുറച്ച് ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ. ആർ ജെ ബാലാജിയുടെ കൂടെയാണ് വരുന്നത്. ആർ ജെ ബാലാജിക്ക് സൂര്യയ്ക്കൊരു ഗംഭീര കമ്പാക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ചിലപ്പം സംഭവിക്കായിരിക്കും. പക്ഷേ സൂര്യയുടെ കയ്യിൽ നിന്ന് ഡ്രീം പ്രൊജക്റ്റുകൾ മൊത്തം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാളയായിട്ട് കുറേ നാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി നടന്നു. ആ കാളനെ കൊണ്ട് വെട്ടർമാനെ പോയി എന്നാണ് കേട്ടത്. പിന്നെ ഇരുമ്പ് കൈ മായാവി അണ്ണൻ അതും പോയെന്നാണ് തോന്നുന്നത്. അപ്പം ഡ്രീം പ്രൊജക്റ്റുകളൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു കമ്പാക്ക് എന്ന് പറയുന്നത് ഉണ്ടാവുമോ, അണ്ണൻ ഫീൽഡ് ഔട്ട് ആവുമോ കണ്ടറിയണം. ഞാൻ സൂര്യനെ കുറ്റം പറയാനായിട്ട് ചെയ്ത വീഡിയോ ഒന്നുമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞതില്ല, സൂര്യനെ കുറിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ അത് തിരുത്താം. ഒന്നുമില്ല, എനിക്കറിയാം. നമ്മൾ ചുമ്മാ പറയുന്നതല്ലേ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. സോ സൂര്യ ഫാൻസിനോടാണ്, പ്ലീസ് പുള്ളീനൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ നോക്ക്. പുള്ളി അത്രയ്ക്കൊരു ഡൗൺഫാളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേരെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കയറ്റി വിടും. വെറുതെ എന്തിനാണ് വിജയന, പുള്ളി ഏറ്റവും ടോപ്പിൽ, പുള്ളി എപ്പോഴും പറയുന്ന പോലെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുന്ന ആ മനുഷ്യൻ ഇതിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. അങ്ങേര് വന്ന് വരും, സിനിമ ചെയ്യും, തമിഴ്നാട്ടിൽ നിന്ന് 200 കോടി അടിക്കും, വേൾഡ് വഴി ചിലപ്പോൾ ഒരു 500 കോടിയൊക്കെ അടിച്ചെന്നിരിക്കും. അത് പുള്ളിയുടെ റേഞ്ചാണ് ഇപ്പോഴത്തെ. അത് കണ്ട് അസൂയപ്പെട്ടിട്ട് എന്തിന് ഫാൻ ഫൈറ്റ് പിടിച്ചിരിക്കാൻ പറ്റുന്നവരോട്ട് ഫാൻ ഫൈറ്റ് ചെയ്താൽ പോരെ. സോ ജനനായകൻ ഗ്ലിംസ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, രജനി ഫാൻസ്, അജിത്ത് ഫാൻസ് ഓർക്കുക, പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡ് എന്നാ ഉണ്ടാക്കി. അതുപോലെ രജനീകാന്തിൻ്റെ അത്യാവശ്യം മിക്സഡ് റെസ്പോൺസ് കിട്ടിയ വേട്ടയൻ എന്ന് പറയുന്ന സിനിമ എന്നാ ഉണ്ടാക്കി. അതൊക്കെ ചിന്തിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. സോ ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.